ഹായ്, എൻ്റെ ബാലി യാത്രകളുടെ അവസാനത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇവിടെ നിന്നും ഞാൻ ശ്രീലങ്കയിലേക്കാണ് ഇന്ന് പോകുന്നത്. അതിനു മുമ്പായി ബാലിയിലെ കുറച്ച് കാഴ്ചകൾ കൂടി കാണാം. ബാലിയിലെ നുസാ ദുവ എന്ന സ്ഥലമാണിത്. ബാലിയുടെ തെക്കു ഭാഗത്തായി 1970കളിൽ നിർമ്മിച്ച ഒരു റിസോർട്ട് പ്രദേശമാണിത്. ഏകദേശം 350 ഹെക്ടർ വിസ്തീർണത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇവിടെ 20ലധികം വലിയ പഞ്ചനക്ഷത്ര റിസോർട്ടുകൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ ഡ്രൈവർ വയാങ് 10 വർഷം ഇവിടെയാണ് ജോലി ചെയ്തിരുന്നത്. അതിനാൽ ഞങ്ങളെ ഇവിടെയൊക്കെ കാണിക്കാൻ കൊണ്ടുവന്നതാണ്. നുസാ ദുവ എന്നാൽ 2 ദ്വീപുകൾ എന്നാണ് അർത്ഥമാക്കുന്നത്. ഇന്തോനേഷ്യ ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ കീഴിലുള്ള ഈ ഉൾക്കടലിലെ തെക്ക് വശത്തുള്ള പെനിൻസുല ദ്വീപും വടക്ക് ഭാഗത്തുള്ള നുസാ ധർമ്മ ദ്വീപുമാണവ. വളരെ മനോഹരമായി പരിപാലിക്കപ്പെടുന്ന പല അന്തർദേശീയ സമ്മേളനങ്ങളും നടത്തപ്പെടുന്ന ഈ പ്രദേശം സുരക്ഷാ ചെക്ക് പോസ്റ്റുകളുള്ള ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റിയാണ്. ബാലിയുടെ തലസ്ഥാനമായ ഡെൻപാസറിൽ നിന്നും 20 കിലോമീറ്റർ വടക്ക് പടിഞ്ഞാറായി തബനാൻ റീജൻസിയിലെ ബെരാബൻ എന്ന തീരപ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ് തനാലോട്ട്. ബാലിനീസ് ഭാഷയിൽ തനാലോട്ട് എന്നാൽ കടലിലെ കര എന്നാണ് അർത്ഥമാക്കുന്നത്. കടൽ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ പാറക്കൂട്ടവും ഹിന്ദു ക്ഷേത്രവുമാണ് ഇവിടുത്തെ പ്രത്യേകത. കടൽ ദേവന്മാരെ ബഹുമാനിക്കുന്നതിനായി ദ്വീപിന്റെ ചുറ്റുമായി രൂപകൽപ്പന ചെയ്തിട്ടുള്ള 7 കടൽ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഇവിടുത്തെ പുര തനാലോട്ട് ക്ഷേത്രം. ലുവാക് കോഫിയും ബാലിയുടെ മറ്റ് തനതായ ഭക്ഷണ വിഭവങ്ങളും വിൽക്കുന്ന നിരവധി കടകൾ നിറഞ്ഞ റോഡിലൂടെ വേണം ക്ഷേത്രത്തിലേക്ക് എത്തുവാൻ. സമുദ്രാത്മാക്കളോടും ദേവതകളോടും പ്രത്യേകിച്ച് കടൽ ദേവനായ ദേവഭരണിയോടുള്ള ബഹുമാനത്തിന് ബാലിനീസ് ഹിന്ദുമതത്തിൽ ഈ ക്ഷേത്രം വളരെ പ്രാധാന്യമർഹിക്കുന്നു. ചെറിയ ആരാധനാലയങ്ങൾ അടങ്ങിയ ക്ഷേത്ര സമുച്ചയത്തിൽ വർഷം മുഴുവനും സന്ദർശകരെ ആകർഷിക്കുന്ന നിരവധി സാംസ്കാരിക പ്രകടനങ്ങൾ നടത്തപ്പെടാറുണ്ട്. ഹിന്ദുമതത്തിൽ ഗണ്യമായ പങ്കുവഹിച്ച 16ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഹിന്ദു പുരോഹിതനും പണ്ഡിതനുമായിരുന്ന ഡാങ്ഹ്യാങ് നിരർത്തയുടെ സൃഷ്ടിയാണ് ഈ ക്ഷേത്രമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ക്ഷേത്രമുറ്റങ്ങൾ സങ്കീർണമായ കല്ല് കൊത്തുപണികളും പുരാതന ആരാധനാലയങ്ങളും കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. കടൽ തീരത്തുള്ള ഒരു വലിയ പാറയുടെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിൽ വേലിയേറ്റം കുറഞ്ഞ സമയത്ത് കാൽനടയായി മാത്രമേ എത്തിച്ചേരാനാവൂ. ആയിരത്തി 1980 ക്ഷേത്രത്തിന്റെ ശിലാമുഖം പൊളിഞ്ഞു വീഴാൻ തുടങ്ങുകയും ക്ഷേത്രത്തിന്റെ ഉൾവശം അപകടകരമായി മാറുകയും ചെയ്തപ്പോൾ ചരിത്രപ്രസിദ്ധമായ ഈ ക്ഷേത്രം സംരക്ഷിക്കാൻ ജപ്പാൻ സർക്കാർ വായ്പ നൽകി. ഇന്ന് കാണുന്ന തനാലോട്ടിലെ പാറകളുടെ 1/3 ഭാഗവും യഥാർത്ഥത്തിൽ നവീകരണ പരിപാടികളുടെ ഭാഗമായി സൃഷ്ടിച്ച കൃത്രിമ പാറകളാണ്. തനാലോട്ടിന്റെ മതപരമായ പ്രാധാന്യത്തിന് മാത്രമല്ല ഇവിടേക്ക് സന്ദർശകർ ഒഴുകിയെത്തുന്നത്. ഇവിടുത്തെ അതിമനോഹരമായ പ്രകൃതി സൗന്ദര്യവും അതിശയകരമായ സൂര്യാസ്തമയവും ആസ്വദിക്കുന്നതിന് മാത്രമായി ധാരാളം പേർ ഇവിടെ എത്താറുണ്ട്. ഉയർന്ന വേലിയേറ്റ സമയത്ത് തിരമാലകളാൽ പൊങ്ങിക്കിടക്കുന്നതായി തോന്നുന്ന ഈ ക്ഷേത്രം അതിന്റെ നിഗൂഢമായ ആകർഷണം വർദ്ധിപ്പിക്കുന്നു. തനാലോട്ട് ക്ഷേത്രം ബാലിനീസ് പുരാണങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു.
പാറക്കെട്ടുകൾ നിറഞ്ഞ ദ്വീപിന്റെ അടിത്തട്ടിൽ വിഷമുള്ള കടൽപ്പാമ്പുകൾ ക്ഷേത്രത്തെ ദുരാത്മാക്കളിൽ നിന്നും നുഴഞ്ഞു കയറ്റക്കാരിൽ നിന്നും സംരക്ഷിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ക്ഷേത്രത്തിനടുത്തായി ഒരു പാമ്പ് വസിക്കുന്ന ഉളാർ സുഖി എന്ന ഒരു ഗുഹയുണ്ട്. അതിനെ സൂക്ഷിക്കുന്ന ആൾക്ക് ചെറിയൊരു തുക സംഭാവന നൽകിയാൽ നിങ്ങൾക്ക് പാമ്പിനെ കാണാൻ സാധിക്കും. പാമ്പിനെയും ക്ഷേത്രവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കഥകൾ ധാരാളമുണ്ടെങ്കിലും സത്യാവസ്ഥ ദുരൂഹമാണ്. ബാലിയുടെ ആത്മീയ പൈതൃകം, പ്രകൃതി സൗന്ദര്യം, സാംസ്കാരിക ചടുലത എന്നിവയുടെ സത്ത ഉൾക്കൊള്ളുന്ന തനഗ്ലോട്ട് ക്ഷേത്രം ദ്വീപിന്റെ അതുല്യമായ മനോഹാരിത ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്ന സഞ്ചാരികൾ തീർച്ചയായും സന്ദർശിക്കേണ്ട ഒരു സ്ഥലമാണ്. കഴിഞ്ഞ മിക്ക എപ്പിസോഡുകളിലും ഞാൻ ബാലിയിലെ ഹിന്ദുമതവുമായി ബന്ധപ്പെട്ട ക്ഷേത്രങ്ങളെയാണ് കാണിച്ചത്. എന്നാൽ ബാലിക്ക് അതിലുപരിയായി വേറെ ഒരു മുഖം കൂടിയുണ്ട്. പല വിധത്തിലുള്ള ജലവിനോദങ്ങൾക്കും സർഫിംഗ്, ATV റേസിംഗ് പോലെയുള്ള സാഹസിക വിനോദങ്ങൾക്കും ലോകപ്രശസ്തമായ ഒരു സ്ഥലം കൂടിയാണ് ബാലി. ബാലി ഡോൾഫിൻസ് എന്ന ഒരു ജലവിനോദ കേന്ദ്രമാണിത്. സ്പീഡ് ബോട്ട്, പാരാസെയിലിംഗ്, ബനാന ബോട്ട്, വാട്ടർ സ്കൂട്ടർ തുടങ്ങിയ നിരവധി വിനോദങ്ങൾ ഇവിടെ ലഭ്യമാണ്. സമീപത്ത് ഒരു ആമ വളർത്തൽ സംരക്ഷണ കേന്ദ്രം ഉണ്ടെന്നറിഞ്ഞപ്പോൾ അവിടം സന്ദർശിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. ഇവിടെ നിന്നും ബോട്ടിൽ വേണം ആ ചെറിയ ദ്വീപിലേക്ക് പോകുവാൻ. ബാലിയിലെ കടലാമ സംരക്ഷണ കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഡെലുവാങ് സാരി. കടലിൽ നിന്ന് രക്ഷിച്ച കടലാമകൾ വിരിയുന്നത് മുതൽ പ്രായപൂർത്തിയാകുന്നത് വരെ ഇവിടെ സംരക്ഷിക്കപ്പെടുന്നു. പുതിയതായി വിരിഞ്ഞ ആമക്കുഞ്ഞുങ്ങൾ, മുട്ടകൾ വിരിയിക്കുന്ന പെൺ ആമകൾ, 80 വർഷത്തിലധികം പ്രായമുള്ള ആമകൾ എന്നിവയെ ഇവിടെ കാണാൻ സാധിക്കും. ആമകളെ കൂടാതെ വിവിധതരം കാട്ടുപക്ഷികൾ, പാമ്പുകൾ, വവ്വാൽ തുടങ്ങിയവയെ കാണാനും അവയോടുകൂടി ഫോട്ടോ എടുക്കാനും ഇവിടെ അവസരമുണ്ട്. തായ്ലൻഡിലെയോ വിയറ്റ്നാമിലെയോ പോലെ വസ്ത്രങ്ങളും മറ്റും വിൽക്കുന്ന തെരുവ് കച്ചവട കേന്ദ്രങ്ങൾ ഞാൻ ഇവിടെയെങ്ങും കണ്ടില്ല. സഞ്ചാരികൾക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഒരു കുടക്കീഴിൽ കിട്ടുന്ന ഒരു ഷോപ്പിംഗ് കേന്ദ്രമാണ് കൃഷ്ണ ഷോപ്പിംഗ് മാൾ. ന്യായമായ വിലയാണെങ്കിലും എല്ലാം അവരുടെ പ്രൊഡക്റ്റ് തന്നെയാണ്. ഇന്തോനേഷ്യയോട് യാത്ര പറയാൻ സമയമായിരിക്കുന്നു. ഇവിടെ നിന്നും ശ്രീലങ്കയിലേക്കാണ് ഞാൻ പോകുന്നത്. വരും എപ്പിസോഡുകളിൽ ശ്രീലങ്കയിലെ കാഴ്ചകൾ കാണാം.